വളരെ നല്ല ഒരു വർഷം കൂടിയായിരിക്കും. പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതകൾ മാറുന്ന ഒരു കാലഘട്ടം. പുറം രാജ്യങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ വിഷു വർഷത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷ ഫലത്തിൻ്റെ ഒരു സെഗ്മെൻറ്റാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്. അധികം ആമുഖങ്ങളൊന്നും തന്നെ ഇല്ലാതെ 27 നക്ഷത്ര ജാതരിൽ പ്രഥമ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അശ്വതിയെ സംബന്ധിച്ച് ഗുണകരമായ കാര്യങ്ങൾ ഈ വർഷം കുറേയൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതകൾ മാറുന്ന ഒരു കാലഘട്ടം. അതായത് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, പ്രത്യേകിച്ചും ഈ പുതുവർഷം തുടങ്ങിയതിന് ശേഷം ജനുവരി മുതൽ ഇപ്പോൾ ഈ വരുന്ന വിഷുക്കാലം വരെയുള്ള കാലയളവിനിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 വിഷുവർഷം എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയിലൂടെ ലാഭം, അത് ഭൂമി വിൽപ്പനയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ മീഡിയേറ്ററായിട്ട് നിൽക്കുകയോ അതുമല്ലെങ്കിൽ ഒരു ഭൂമി പുതുതായി വാങ്ങിയതിനു ശേഷം ആ ഭൂമിയുടെ ഐശ്വര്യം കൊണ്ട് നിങ്ങൾക്കൊരു ഉയർച്ച സംഭവിക്കുകയോ, ഇങ്ങനെ ഏത് തരത്തിലായിരുന്നാലും ഭൂമി സംബന്ധമായിട്ടൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ 2026 വിഷു വർഷം എന്ന് പറയുന്നത്. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾക്ക് ത്വക്ക് രോഗങ്ങൾക്ക് ചെറിയ സാധ്യതയുള്ള കാലയളവ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ നല്ല ഒരു വർഷം കൂടിയായിരിക്കും 2026 എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും പുതിയ വിദ്യകൾ പഠിക്കുവാനുള്ള അവസരവും ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഉപരിപഠനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുറം ദേശങ്ങളിലേക്ക്, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന കോഴ്സുകളൊക്കെ ചെയ്യുവാൻ തൽപരരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാലയളവ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ, നിങ്ങൾ അത് വെറുമൊരാഗ്രഹം എന്നുള്ളത് മാത്രമല്ല, അത്രയും ആത്മാർത്ഥമായുള്ള നിങ്ങളുടെ പ്രവർത്തനം മൂലം തീർച്ചയായിട്ടും പുതിയ ഒരു ഇടത്തേക്ക് നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അതിലൂടെ നിങ്ങൾക്കൊരുപാട് ഉയർച്ചയും വിദേശ രാജ്യങ്ങളിൽപ്പെട്ട വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ട് അടുത്ത് ഇടപഴകുവാനും അവരുമായിട്ടൊക്കെ ഒരാത്മബന്ധം കാത്തു സൂക്ഷിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് ഈ 2026 വിഷുവർഷക്കാലത്തിൽ അവസരം സിദ്ധിക്കുന്നതായിരിക്കും. കുടുംബപരമായി അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളിൽ കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാരായിരുന്നാലും സ്ത്രീജനങ്ങളായിരുന്നാലും നിങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ, അതായത് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിൻ്റെ കാരണത്താൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ കുടുംബജീവിതത്തിന് ചെറിയ താറുമാറുകളൊക്കെ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് കാലം അത് നീണ്ടു നിൽക്കും എന്നല്ല, കുറച്ച് നാളത്തേക്ക് അത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഭാര്യ ഭർത്താവിൽ നിന്നും പിണങ്ങി താമസിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയിൽ നിന്നും പിണങ്ങി താമസിക്കുകയോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ, കുടുംബജീവിതം നയിക്കുന്നവർ മുമ്പോട്ട് പോകുവാനായിട്ട് ഉള്ളത്. അതുപോലെ കുടുംബത്തിൽ നിങ്ങളുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുവാൻ, ആക്സിഡൻറ്റ് ഫോഴ്സുകൾ പോലുള്ള അപകടങ്ങൾ സംഭവിക്കുവാനും ഏതെങ്കിലും തരത്തിൽ മാരകമായ രോഗങ്ങൾ ഒക്കെ അവർക്ക് പിടിപെടുവാനും ഒക്കെ സാധ്യത ഈ വർഷത്തിൽ കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ വിഷുവർഷം അശ്വതി നക്ഷത്ര ജാതർക്ക് ഗുണകരമായ വർഷമാണ്. നിങ്ങളുടെ പരിശ്രമം മൂലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 100ൽ 60% അശ്വതി നക്ഷത്ര ജാതർക്കും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ വിഷു വർഷത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന കാലയളവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് കുറേ കൂടെ എടുക്കുക. ചിലപ്പോൾ മനസ്സും അടുത്തൊക്കെ ഇരിക്കുന്ന അശ്വതി നക്ഷത്ര ജാതർ ഉണ്ടായിരിക്കും, കുറേ ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നവരൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് മാറി നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഗുണകരമായ ഫലം ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ട് ഇതാണ് അശ്വതി നക്ഷത്ര ജാതർക്ക് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ട്രാൻസ്ഫറിനൊക്കെ ശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാരായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ശ്രമം
2026 അതായത് ഈ വർഷം നവംബർ 13 ശേഷം ശ്രമിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ആ ഒരു സമയം നല്ലതായിരിക്കും. വിവാഹ സംബന്ധമായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹത്തിന് അനുകൂലമായ കാലയളവാണ് 2026 വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് ആദ്യത്തെ 6 മാസക്കാലം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം. ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ വിവാഹം നോക്കിയാൽ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ അശ്വതി നക്ഷത്ര ജാതർക്ക് പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ തന്നെ പ്രവൃത്തി മൂലം, നിങ്ങളുടെ തന്നെ ചില തെറ്റുകൾ മൂലം പ്രണയബന്ധങ്ങൾ ശിഥിലമാകുവാനും പിന്നീട് പുതിയ പ്രണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രണയിക്കുന്ന കവിതാക്കളായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിച്ചൊന്ന് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ജോലി സംബന്ധമായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം സൂചിപ്പിക്കുകയാണ്. ജോലി സംബന്ധമായിട്ട് രണ്ടാമത് എടുത്തു പറയുന്നതിന് കാരണമുണ്ട്. അതായത് ഈ പൊതുവ്യവസായങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പൊതുവ്യവസായങ്ങൾ മീൻസ് ഇപ്പോൾ കടയിടുക, അല്ലെങ്കിൽ പുതുതായിട്ട് പബ്ലിക് സർവീസായിട്ടുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക, ഇതിനൊക്കെ ഈ വർഷം അത്ര ഗുണകരമായിട്ടുള്ളൊരു വർഷമല്ല അശ്വതി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം. സെൽഫായിട്ട് നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി വേണം ഈ 2026 വിഷു വർഷത്തിൽ തുടങ്ങുവാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുവാൻ സാധ്യത, പ്രത്യേകിച്ചും സാമ്പത്തികപരമായി ചതി പറ്റുവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊള്ളുന്നു. ആരോഗ്യപരമായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ വാഹനം, അതുപോലെ അഗ്നി, അതുപോലെ വൈദ്യുതി, ഈ 3 കാര്യങ്ങളും ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടായി ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുവേ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഗുണകരമായ നിരവധി കാര്യങ്ങൾ ഈ 2026 വിഷുവർഷകാലത്തിൽ കടന്നു വരുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ വിഘ്നേശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഗണപതി ഭഗവാന് വേണ്ട വഴിപാടുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലയളവാണ് ഈ 2026 വിഷുവർഷം എന്ന് പറയുന്നത്. നന്നായി പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും രാവിലെ നിങ്ങളുടെ പഠനത്തിനുള്ള സമയം ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അത് ചിട്ടപ്പെടുത്തി ഒന്ന് മുമ്പോട്ട് പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും ഈ വർഷം. പൊതുവായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഗണപതിയെ പ്രാർത്ഥിക്കുകയും അതുപോലെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം കഴിയുന്ന വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച്, അതുപോലെ ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായിട്ട് സുബ്രഹ്മണ്യ ഗായത്രിയോ അല്ലെങ്കിൽ കൃഷ്ണ ഗായത്രിയോ ജപിച്ചിട്ട് കിടക്കുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളിലേക്ക് വരാനുള്ള പല നെഗറ്റീവ്സും ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലുമൊക്കെ അന്നം ദാനം കൊടുക്കുന്നതും അശ്വതി നക്ഷത്ര ജാതർക്ക് 2026 വിഷുവർഷകാലത്ത് ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണഭൂതമാകുമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ല ഒരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.